ഒരു 200 രൂപയാ അമ്മച്ചിക്ക്. മണി ഓർഡർ അയക്കുന്നു. പിന്നെ 200 രൂപയുടെ കൂടെ അതിന് ഇനി കാശ് ഞാൻ വേറെ കളയണം. അതൊക്കെ അങ്ങ് ചെന്നോളൂ. താനാരോ? അപ്പൊ ന്യായം, നീ ചെയ്തത് ന്യായം. നീ ഇങ്ങനെ കിഴക്കമ്മലയെന്ന് തോന്നുന്ന ഒരു മലമൂടന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞിട്ട് ഞാൻ ആദ്യം അതങ്ങ് വിശ്വസിച്ചില്ല. ഇപ്പൊ ചന്തയെ വെച്ച് ഞാൻ കണ്ടു ഒരു ദൂര കാഴ്ച. അപ്പോഴും എനിക്കൊരു സംശയം, മേരി അങ്ങനത്തവളല്ലോ എന്ന്. ഇപ്പൊ കാര്യം മനസ്സിലായി. ചുള്ളം കൊള്ളാം, നീ ഇവിടെ ഒരു കലക്ക് കലക്കും. താൻ ആരാടോ? ഞാനൊരാവശ്യം പറഞ്ഞപ്പോഴായിരുന്നല്ലോടി നിന്റെ പത്തിന് ചമയല്. ഇപ്പൊ തന്നെ കഴിഞ്ഞാടല്ലോ. കണ്ടാ കൊള്ളാവുന്ന ആമ്പിള്ളേരെ കിട്ടും. പിന്നെ ഞാൻ മേരി എന്താടി എന്താണടി? എടി മേരിയെ എന്ത് പറ്റി? എന്താടി എന്താണെന്ന് പറയടി. ആഹാ നീയാളാ കണ്ടാ കൊള്ളാവുന്ന പെമ്പിള്ളേരെ മൂവന്തിക്കിട്ട് വാടിക്കുന്ന ആളാണ് അതിന്റെ പണി. അയാൾ എന്നെ പിടിക്കാൻ വന്ന്. ആര്? ആരാടോ? ആ ഒരു ചട്ടുകാലൻ. അവനിട്ട് ഞാൻ ശരിക്കും വീക്കിയിട്ടുണ്ട്. ആ അന്തോണിയാണോടി? ആ നമ്മുടെ അന്തോണിയാ. അവനാരൊടക്കാരും തല്ലാരും പോകാതെ ഒരു ഭയത്തിന് പോയാ ചുളിവിന് കുറച്ച് കാശുണ്ടാക്ക. അവനാരാ? എന്തിനാ അവൻ മേരിയെ കയറി പിടിച്ചത്? ആ ഇത് നല്ല ചോദ്യാണ് കേട്ടാ. നമ്മൾ അരക്കുപ്പിച്ച് ആരായം അടിച്ച് അന്ത്യമയക്കത്തിന് വഴി നിൽക്കുമ്പോ കണ്ടാ കൊള്ളാവുന്നൊരു പെങ്കൊച്ചു വഴിയെ പോയാ എന്തോ ചെയ്യും? താനാണെങ്കി എന്തോ ചെയ്യും? ഞാനൊന്നും ചെയ്യില്ല. ആ എന്താ നാട്ടിലടപ്പ് അങ്ങനെയല്ല. ച്വാരത്തിളപ്പുള്ള ആമ്പിള്ളേര് ചിലപ്പം കയറി പിടിച്ചതിരിക്കും. അതേ അവൻ ചെയ്തുള്ളൂ. അത് പോകട്ടെ, അവനുമായിട്ടൊരു അടിപിടിക്ക് പോകണ്ട കേട്ടാ. അവൻ വലിയ ബിസിനസ്സുകാരനാണ്. ആ പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. ഒരു നാറിയാണെന്ന് തോന്നി. യാതായാലും തന്റെ മീൻ്റെ അത്രയും നാറ്റം കാണത്തില്ല. ചേട്ടനെന്താണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയണത്? എടി വേണ്ട കാര്യം തന്നെയാണ് പറയണത്. നിന്റെ കമ്മലും മറ്റും പണയം വെച്ച് തുറവൂരും ചേർത്തലേന്ന് മീൻ മേടിച്ച് എത്ര കാലം ജീവിക്കാന്താണ്? എടോ പത്രോസേ, ഉള്ള കാര്യം ഞാൻ അങ്ങാട്ട് തുറന്നു പറയും. അന്തോണി എന്റെ ഒരു പഴയ കൂട്ടുകാരനാണ്. ഇവളുമായിട്ട് പണ്ടും തുടക്കിയത് വെച്ച് ഇപ്പൊ ഞാനുമായിട്ട് അത്ര ലോകത്തിലല്ലെന്ന് കൂട്ടിക്കൂ. എന്നാലും അയാളെ പിണക്കാതെ ലോകത്തിന് പോവാണ് നല്ലത്. അയാള് കഞ്ചാവ് കച്ചവടക്കാരനാ. എടോ തന്റെ നാട്ടിലല്ലേ ഇടോ ഇത് വളരണത്? മീൻ പിടിച്ച് ജീവിക്കാൻ താനത്ത് അറിയാനാണ്. കോടിയകത്ത് അകത്താട്ട് പോയാൽ 2 ലോഡ് കൊച്ചിയിലാട്ട് ഇറക്കിയാ മതി. തനിക്കും രക്ഷപ്പെടാം. കുറച്ച് കാശ് ഞങ്ങൾക്കുണ്ടാ. Come on, quick.
കഞ്ചാവോയിൽ കള്ള കഴിവറട മോൻ. വേണ്ട, ഒരു മത്സരം വേണ്ട. 50-50. ഇതെവിടെന്നാണെന്ന് എനിക്കറിയാം, ഇത് എന്താണെന്ന് എനിക്കറിയാം, നീ ആരാണെന്നും എനിക്കറിയാം. നമുക്ക് എല്ലാവർക്കും ഒരു ഗുണത്തിന് വേണ്ടിയാ. ആ, എന്നാ പറയുന്നു? കത്തി മടക്കടോ. കിഴക്കൂന്ന് തേയിലെ ഉണക്കക്കപ്പയും കയറ്റി വരുന്ന കാളവണ്ടിക്കാരനായിരുന്നു ഈ തോമസുരുടെ അപ്പൻ ചാണ്ടി. തനിക്കറിയാമോ, അന്ന് തേയിലക്കടയിൽ ഒളിപ്പിച്ചുകൊണ്ടുവരുന്ന 1-2 കിലോ കഞ്ചാവ് അയാൾക്ക് വിറ്റുകൊടുത്തോണ്ടിരുന്നത് എന്റെ അപ്പനാ. അപ്പനന്ന് കൊച്ചി കടപ്പുറത്തെ രാജാവായിരുന്നു. അല്ല, ഇയാള് കൊച്ചി രാജവംശത്തിൽപ്പെട്ട ആളാണ്. അത് പിന്നെ കണ്ടറിഞ്ഞൂടെ? അല്ലെന്ന്. അല്ല, എന്നാ പിന്നെ അന്തോണി എന്നുള്ള പേരെങ്ങനെ കൊച്ചി രാജാവിന്? അല്ല, എന്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് ഏട്ടാ. രാജാവെന്ന് പറഞ്ഞ മറ്റേത് ചട്ടമ്പി. ആ, ചട്ടമ്പി. അത് അപ്പന് ബുദ്ധിയില്ലായിരുന്നു. അപ്പൻ നക്കാപ്പിച്ച് വാങ്ങിച്ച് അത് വിറ്റുകൊടുത്തു. മറ്റവൻ അത് കൊണ്ടുപോയി കിഴക്ക് തോട്ടമായി, ബംഗ്ലാവായി, വണ്ടികളായി. അപ്പം മാത്രമല്ല, മകനും മണ്ടൻ തന്നെയാ. ചൂടാകണ്ടടോ. താൻ എന്ത് നേടി? കുറെ കാലമായല്ലോ. തന്റെ അപ്പൻ അയാളുടെ അപ്പന് ചരച്ചു കൊടുത്തു, താൻ അയാളുടെ മോന് ചരച്ചു കൊടുത്തു. എന്ത് നേടി? ഒരു കാല് പോയി കിട്ടി. 2 മാസമായിട്ട് കഞ്ചാവ് കിട്ടാതെ വന്നപ്പം നിത്യവൃത്തിക്ക് പിടിച്ചു പറി മിച്ച. കാലം മാറിയതനുസരിച്ച് അവര് കോലം മാറിയിടോ. കെട്ടുകണക്കിന് കഞ്ചാവ് കൊണ്ടുവരുന്നതിനേക്കാൾ എത്രയോ എളുപ്പം കാറിന്റെ ഡിക്കിയിലോ പെട്രോൾ ടാങ്കിലോ കഞ്ചാവ് ഓയിൽ കൊണ്ടിരുന്നത്. വാങ്ങാൻ സായിപ്പ് റെഡി, അവർക്കും എളുപ്പം. സായിപ്പുമായിട്ട് നേരിട്ട് കച്ചവടം ചെയ്യുന്നവന് നടുക്കൊരു ഒറ്റക്കാലിന്റെ ആവശ്യം എന്തുവാ? വിഷമിക്കണ്ടോ, നമ്മൾ ഒരുമിച്ച് നിന്നാ അത് മുഴുവൻ നമ്മുടെ കയ്യിലാ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് അയാളോട് പ്രതികാരമുണ്ട്. നിങ്ങൾക്കോ? എനിക്ക് പ്രതികാരമൊന്നുമില്ല. ദേ, ഇതില്ലാത്തവന് ഇതുള്ളവനോടുള്ള പ്രതികാരം. അല്ലാതെ എന്തുവാ? അല്ലടാ. നിനക്ക് അപ്പനേക്കാൾ വലിയ മണ്ടൻ മകൻ. 1-ാം തരത്തിൽപ്പെട്ട ചുരുങ്ങി 10 തോക്കെങ്കിലും അവരെ കാണും. ഇനി പോട്ടെ, അതില്ലാന്നിരിക്കട്ടെ. തന്റെ ചങ്കൂറ്റത്തിന്റെ പേര് ഒരു 5 പേരെ തല്ലിയ ഇല്ലേ? ഒരു 5-8 പേര് കാര്യം ഞാനും ഏറ്റു. ഞങ്ങള് രണ്ടുപേരും കൂടി ഒരാളെ തല്ലാം. ആ ഒരാൾ നമ്മളെ രണ്ടുപേരും കൂടെ തല്ലി പണ്ടരടക്കുന്നാണ് എന്റെ വീട്. ആരും ആരെയും തല്ലണ്ട. ചുരുങ്ങിയത് ഒരു 50 പേരെങ്കിലും കാണും. നമ്മുടെ ശവം കഴുകാനെ കൊണ്ട് തീറ്റിക്കാനല്ലേ കാട്ടി വന്നത്. കത്തി മടക്കടോ, ബുദ്ധി ഉപയോഗിക്ക്. ഹലോ, ആ തോമസ് കുട്ടിയാ? ആരാ സംസാരിക്കുന്നത്? എടോ, ഇത് ഞാനാ, മാത്യൂസ്. എന്താ സാറേ ഈ സമയത്ത്? എടോ, എനിക്ക് വളരെ രഹസ്യമായിട്ടൊരു വിവരം കിട്ടി. വെളുപ്പിന് 6 മണിക്ക് മുമ്പ് തന്റെ കഞ്ചാവ് വാറ്റ് കേന്ദ്രം പോലീസ് റെയ്ഡ് ചെയ്യും. അയ്യോ, ലക്ഷക്കണക്കിന് രൂപയുടെ ചരക്കുണ്ടല്ലോ മാത്യു സാറേ. ഈ നിന്ന നിലയിൽ അത് മാറ്റുക എന്ന് പറഞ്ഞാൽ? എടോ, അത് വീട്ടിൽ വെക്കുന്നു അപകടമാണ്. അത് ശരിയാ. വേറെ എങ്ങോട്ട് മാറ്റും ഇത്രയും രൂപയുടെ സാധനം, അതും സുരക്ഷിതമായിട്ട്? ഒരു സ്ഥലമുണ്ട്, ഇടവക പള്ളിയിൽ. അടുത്ത് മരണം വല്ലതും നടന്നിട്ടുണ്ടോ? ഇല്ല, പബ്ലിക് പ്ലേസ് ആ രഹസ്യത്തിനൊക്കെ പറ്റിയത്. ശവക്കോട്ടയിലെ അസ്ഥിക്കുഴിയില്ലേ, പകല് പോലും ആരും എത്തി നോക്കൂലല്ലോ. ഒരു ദിവസമൊക്കെ അതവിടെ സുരക്ഷിതമായിരിക്കും. ശരി,